ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വ്ളോഗ് വിത്ത് ബെൽവിൻ ആൻഡ് നീനു. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര ഗുണ്ടൽപേട്ടിലേക്കാണ്. ഗുണ്ടൽപേട്ട്. ഞങ്ങൾ മൈസൂർ വഴിയാണ് പോകുന്നത്. ജസ്റ്റ് സ്റ്റാർട്ടഡ് അവർ ജേർണി. ഡ്രൈവർ സാർ ഓൺ ദ ഫ്ലോർ ആണ്. പിന്നെന്താ, നേരെ മാക്കൂട്ടം, ഇരിട്ടി മാക്കൂട്ടം, മൈസൂർ ഗുണ്ടൽപേട്ട്. അങ്ങനെ ഞങ്ങളുടെ ആ യാത്രയുടെ മധ്യ ആ ചുരമൊക്കെ കയറുന്നതിൻ്റെ മുൻപേ ആയിട്ട് ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു. സോ ഞങ്ങൾ അവിടെ ഒരു തട്ടുകട കണ്ടപ്പം അവിടെ അങ്ങ് ചവിട്ടി. തട്ടുകട സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണ് കേട്ടോ. കാരണം അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കണ്ണൂർ സൈഡിലെ തട്ടുകട, അവിടുത്തെ ഫുഡുകളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങളവിടെ പുട്ടും ചിക്കനും പുട്ടും ബീഫും ഒക്കെയാണ് പറഞ്ഞത്. ചേട്ടായി ദോശയും ചിക്കനും ആണെന്ന് തോന്നുന്നു. അങ്ങനെ നീണ്ട കുറച്ച് മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഗുണ്ടൽപേട്ട് എത്തി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റെസിഡൻസ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ ആൾക്കാർ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത, ദൂരെ വരുന്ന ഫ്രണ്ട്സ്, അവരുടെ കസിൻസിനൊക്കെ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് അവർ അറേഞ്ച് ചെയ്തതാണ്. സോ ഞങ്ങൾ അന്ന് രാത്രി അവിടെയാണ് ഞങ്ങൾ റെസ്റ്റ് ചെയ്തത്. ഈ കല്യാണം ശരിക്കും ആരുടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇച്ചുൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ബെൽവിന്. അവർ LKG തൊട്ട് 12th ഗ്രേഡ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. സോ ആ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ കല്യാണം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. റൂം അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ, നീറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത് പുറത്തുനിന്ന്. ഫുഡും ചായയൊക്കെ ഓൺ ദ വേ ഞങ്ങൾ കുടിച്ചു. പിന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ സമയം ഏകദേശം 10-12 മണിയായി ഞങ്ങൾ അവിടെ എത്തിയപ്പം. സോ നേരെ ഒന്ന് ഫ്രഷായി പോയി കിടന്നുറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ എണീറ്റ് ഒരു 9 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ എണീറ്റപ്പം. നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലോ, യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. അപ്പോൾ 9 മണി എണീറ്റപ്പം ഫംഗ്ഷൻ ഒരു 8:45 തൊട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ 9 മണി എണീറ്റ് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കണ്ടോ, ആ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ കല്യാണം നടക്കുന്ന കല്യാണ മണ്ഡപം. സോ ജസ്റ്റ് അവിടെ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഞങ്ങൾ പതുക്കെ അങ്ങോട്ടേക്ക് നടക്കാം. ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആ ഗ്രൂമിനെ കാണാൻ വേണ്ടി പോയി. ഗ്രൂം തൊട്ടടുത്ത ആ മണ്ഡപത്തിൽ തന്നെയായിരുന്നു ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ടൊരു അറിയത്തില്ലാത്ത ഒരാളെ കാണുന്ന പോലെ ഒന്നുമല്ല, അറിയാവുന്ന ആളെ കാണുന്ന പോലെ നല്ല ഗ്രീറ്റിംഗ്, നല്ല പ്ലസൻറ്റ് സ്മൈലൊക്കെ ആയിട്ടാണ് ഞങ്ങളവിടെ വെൽക്കം ചെയ്തത്. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും താലികെട്ട് ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ പോയത്. കല്യാണത്തിനൊക്കെ പോയ ഫുഡാണല്ലോ മുഖ്യം. സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ചെന്നു. പിന്നെ കർണാടക സ്റ്റൈൽ കല്യാണം ആയതുകൊണ്ട് തന്നെ ഫുഡിനും അതിൻ്റേതായ വെറൈറ്റി, പിന്നെ വേറെ സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കഴിച്ചത് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ എന്തൊരു ലഡ്ഡു പോലെ മധുരമുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇൻഡ്യപ്പത്തിനൊരു ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ പുറത്തിറങ്ങിയിട്ട് അവിടെയായിരുന്നു, നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചായ കിട്ടില്ല. പുറത്തിറങ്ങിയിട്ട് അവിടെയാണ് ഒരു കുഞ്ഞു ഗ്ലാസ്സിലാണ് ഞങ്ങൾക്ക് ചായ കിട്ടിയത്. ഞങ്ങളുടെ അളവിനൊക്കെ കുറവാണ്. അതിനുശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറി. അപ്പോൾ ക്യാമറാമാൻ ഞങ്ങളെയായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രീനിൽ ഞങ്ങളിങ്ങനെ വലുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെയാണ് ഞങ്ങളുടെ മുഖം. പിന്നെ ഞങ്ങൾ നോക്കും കാണുന്നത് ഈ ഒരു ഗ്രൂമും ബ്രൈഡും ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ തേങ്ങയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. കുറേ ആൾക്കാർ വന്നിട്ട് എന്താ പറയുക, ഇലയൊക്കെ ഇടുന്നു, പാലൊഴിക്കുന്നു, അരി വെതറുന്നു, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ. സോ ഞങ്ങളിതെന്താ സംഭവം എന്നറിയാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കുകുത്തികളെ പോലെ നോക്കി നിന്നു കേട്ടോ. അതായത് ഇവരുടെ ഒരു കന്നഡ രീതിയിലുള്ള ഒരു ആചാരമാണ്, ഒരു വെറൈറ്റി. പക്ഷേ ഇവരെ സമ്മതിക്കണം, എത്ര നേരം ആവുന്നോട്ടോ ഇവരിങ്ങനെ തന്നെ ഇരിക്കുവാണ്. കുറേ ആൾക്കാർ വന്ന് ഇത് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ്. സോ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. എന്താ സംഭവം എന്ന് അറിയത്തില്ലെങ്കിലും ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കി. ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആയി കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ റൂമിലൊക്കെ പോയിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷൊക്കെ ആയിട്ടാണ് പിന്നെ ഞങ്ങളൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഫുഡ് ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ഇവർ ബ്രാഹ്മിൻസ് ആണ്. സോ ഫുള്ള് എന്താ പറയുക, വെജാണ്, നോൺ വെജൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊക്കെ എങ്ങനെയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് മധുരം കഴിക്കുന്നത് അല്ലേ. ഇവരാദ്യം തന്നെ മധുരം കൊണ്ടേ വെക്കും. സോ മധുരം, പിന്നെ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ. പനീർ, പിന്നെ നാനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചോറ്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചോറ്, സാമ്പാർ, തൈര്, പപ്പടം, ഇത്രയും 3 ഞാൻ കൂട്ടി കഴിച്ചത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് അളവിൽ ചോറും കുറേ കറികളും. അതാണ് ഇവരുടെ ഒരു രീതി. ശരിക്കും അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഇവിടുന്ന് കിട്ടുക കേട്ടോ. കല്യാണത്തിന് ഇങ്ങനെ ഒരു സാധനം ഇവിടെ തൊട്ട് തന്നു. അത് ഇങ്ങനെ ഒരു പാത്രം കൊണ്ടുവന്നു. നല്ല അടിപൊളി പാത്രം ഉണ്ടാവും. നമുക്ക് പെണ്ണായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വാവയ്ക്ക് ചോറുണ്ടാൻ പാത്രം കിട്ടി. വെറൈറ്റി ആയിട്ട് എനിക്ക് കിട്ടിയില്ല, മീനൂട്ടിക്ക് മാത്രം കിട്ടി. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി കല്യാണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് അല്ലേ ജോണിച്ച? അതെ ജോണിച്ച.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.